എല്ലാ എൻട്രി ആപ്പ് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈയിടെ കഴിഞ്ഞ രണ്ടാം ഘട്ട 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയുടെ കെമിസ്ട്രി ചോദ്യങ്ങളാണ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് 10ാം ക്ലാസ്സിൽ ഈ രണ്ടാം ഘട്ട പ്രിലിംസ് പരീക്ഷയിൽ കണ്ടത്. ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചത് അല്ലെങ്കിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് എന്റെ അറിവിൽ ഒരു ചോദ്യമായിരുന്നു, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത് എന്നുള്ള ചോദ്യം. അതൊഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആ ചോദ്യങ്ങൾ ഏതൊക്കെ പാഠഭാഗത്തു നിന്നുള്ളതാണെന്ന് പരിചയപ്പെടാം. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും അനുബന്ധ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിന്റെ രാസബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? പറഞ്ഞു തരാം. അതായത് ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, ഞാൻ വേഗം പറഞ്ഞു പോകാം. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിലുള്ള പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ അതാത് ആറ്റങ്ങൾ അവരുടെ ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, വെരി ഗുഡ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. കേട്ടല്ലോ, ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് ആണ്. എന്താണ്? പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. കേട്ടല്ലോ, അപ്പൊ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഏറ്റവും കൂടുതൽ 17ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. തൊട്ടുപുറകിൽ 16, 15, 14, 13, പിന്നെ 2, 1 ഇങ്ങനെയാണ് പോകുന്നത്. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ 17ാമത്തെ ഗ്രൂപ്പിലാണ്. ആ 17ാമത്തെ ഗ്രൂപ്പിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെ വരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കുറയുകയല്ലേ? അപ്പൊ ഏറ്റവും ആദ്യം കിടക്കുന്നവനായിരിക്കും കൂടുതൽ. അതാരാണത്? യെസ്, അത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ് എന്ന് മറന്നു പോവരുത്. കേട്ടല്ലോ. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റോടെ ഞാനൊന്ന് പറയട്ടെ. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ലിനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചാൽ അതാരാണ്? ലിനസ് പോളിംഗ് ആണ്. കേട്ടല്ലോ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കും. അത് സൊറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസൺ ആണ്. ആ കാര്യവും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. നെക്സ്റ്റ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠത്തിലാണ് അലോയ് സ്റ്റീലുകൾ അഥവാ ലോഹ സങ്കരങ്ങളെ കുറിച്ച് പറയുന്നത്. പുസ്തകത്തിലുള്ളത് മാത്രം ഒരു 98% അതേ ചോദിക്കത്തുള്ളൂ. നമുക്കൊന്ന് റിവിഷൻ ചെയ്തു വരാം. ആദ്യത്തെ തന്നെ പറയാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ആദ്യത്തത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. പറ, അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളത് ആരൊക്കെയാണ്? അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കാർബൺ ഉണ്ട്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കാഠിന്യം വളരെ കൂടുതലാണ്. കാഠിന്യം വളരെ കൂടുതലായതുകൊണ്ട് വാഹന ഭാഗങ്ങളും
പാത്രങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വാഹന ഭാഗങ്ങളും പാത്രങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ആണ്. പഠിച്ചു മാറ്റി. ഇനി ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലോയ് സ്റ്റീലാണ് നിക്രോം. ഏതാണ്? നിക്രോം ആണ്. നിക്രോം. നിക്രോമിലും ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞോണം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉള്ളവൻ തന്നെ അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഈ നിക്രോമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധം. ഉയർന്ന പ്രതിരോധം, ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളവനാണ് ആര്? നിക്രോം. അതുകൊണ്ട് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏത്? പിടിച്ചോ, നിക്രോം. കാരണം എന്താണ്? ഉയർന്ന പ്രതിരോധം. നെക്സ്റ്റ് അൽനിക്കോയ് ആയിരുന്നു. ഇനി അൽനിക്കോയിൽ ഏതൊക്കെ ഉണ്ടെന്ന് കാണാം. ഇനി അടുത്ത തവണ ചോദിച്ചാൽ നിങ്ങൾ പറയണം അൽനിക്കോ. അലൂമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, അയൺ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹ സങ്കരമാണ് അൽനിക്കോ. അൽനിക്കോയിലുള്ളത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നിവയാണ്. ക്ലിയർ? പഠിച്ചു മാറ്റിയല്ലോ. 10ാം ക്ലാസ്സിന്റെ 4ാമത്തെ പാഠം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ആദ്യം മുതൽ അവസാനം വരെ നന്നായി പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണ്. അതിൽ നിന്നൊരു ചോദ്യം അടുത്ത ഘട്ടത്തിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഒരു വിട്ടുവീഴ്ചയുമില്ല. ക്ലിയർ? നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഇതും നമ്മൾ പഠിച്ചതല്ലേ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിന്റെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ്. ആ പാഠം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലും നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ നന്നായി റിവിഷൻ ചെയ്ത് വിട്ടതാണ്. രസതന്ത്രം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ചോദ്യം വരാം. ഉത്തരം ബേക്കലൈറ്റ് ആണ്. പ്ലാസ്റ്റിക്കിനെ രണ്ടായിട്ട് തരംതിരിക്കാം. തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ കട്ടിയുള്ളതാവുകയും വീണ്ടും ചൂടാക്കുമ്പോൾ മൃദുവാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളെ തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്നും, എന്നാൽ നിർമ്മാണ സമയത്ത് ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി കാഠിന്യമുള്ളതുമായി മാറുന്ന പ്ലാസ്റ്റിക്കുകളെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. ആ പോയിന്റും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തത്, പ്രോട്ടോണിന് ആ പേര് നൽകിയത് ആരാണ്? അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് ഉണ്ട്. എന്താ? ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം, ഒരാറ്റത്തിലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു പോയിന്റ്, ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റൈൻ ആണ്. ഗോൾഡ്സ്റ്റൈൻ ആണ്. എന്നാൽ ആ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഒരു പ്രോട്ടോൺ ആണ്. അവന് പ്രോട്ടോൺ എന്ന പേരിട്ടതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ക്ലിയർ? ജെ തോംസൺ ഉണ്ട്. അദ്ദേഹം ഇലക്ട്രോൺ ആണ് കണ്ടെത്തിയത്. കേട്ടോ, ഇലക്ട്രോൺ ആണ്. ഈ പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തവുമായി അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ കണ്ടുപിടുത്തവുമായി ഈ റൂദർഫോർഡ് നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. ആൽഫ സ്കാറ്ററിംഗ് പരീക്ഷണം. ആൽഫ സ്കാറ്ററിംഗ് പരീക്ഷണം അഥവാ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ, ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട റൂദർഫോർഡ് കണ്ടെത്തിയ ഒരു ആറ്റം മോഡൽ ഉണ്ടല്ലോ. ഏതാ അത്? വെരി ഗുഡ്. സൗരയൂഥ മാതൃക. സൗരയൂഥ മാതൃക അഥവാ ന്യൂക്ലിയർ ആറ്റം മാതൃക. ഈ മാതൃക അനുസരിച്ച് അദ്ദേഹം കുറെ പ്രസ്താവനകൾ കൊണ്ടുവന്നു. ആദ്യം ഞാൻ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ നിരീക്ഷണങ്ങൾ പറയാം. 9ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്നാമത്തത്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. കാരണം ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. 2, കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ തോതിൽ വ്യതിയാനം സംഭവിച്ചു. കാരണം ഒരാറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണ്.
ഇനി വളരെ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു പോയി. കാരണം ന്യൂക്ലിയസിന്റെ വലിപ്പം ആറ്റത്തിന്റെ വലിപ്പത്തേക്കാൾ വളരെ ചെറുതാണ്. ഒരു കണക്കുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. ന്യൂക്ലിയസിന്റെ വലിപ്പം 10⁻⁻15 മീറ്റർ ആണ് പറയുന്നത്. ആറ്റത്തിന്റെ വലിപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റു പോയിന്റ്, ഒരാറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. ഒരാറ്റത്തിലെ ഭൂരിഭാഗം മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിന്റെ വലിപ്പം ആറ്റത്തിന്റെ വലിപ്പത്തേക്കാൾ വളരെ വളരെ ചെറുതാണ്. ന്യൂക്ലിയസിന് ചുറ്റും വർത്തുളപാതയായ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഈ ന്യൂക്ലിയസിനെയും ഇലക്ട്രോണിനെയും തമ്മിൽ ചേർത്ത് നിർത്തുന്നത് വൈദ്യുതസ്ഥിത ആകർഷണ ബലമാണ്. ഇലക്ട്രോണിനെയും ന്യൂക്ലിയസിനെയും ചേർത്ത് നിർത്തുന്നത് വൈദ്യുതസ്ഥിത ആകർഷണ ബലമാണ്. ഇനി ഈ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പരാജയ കാരണങ്ങളുണ്ട്. ഒന്ന്, ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. രണ്ട്, ഇലക്ട്രോണുകളുടെ ക്രമീകരണം വിശദീകരിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഒന്ന്, ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. രണ്ട്, ഇലക്ട്രോണുകളുടെ ക്രമീകരണം വിശദീകരിക്കാനും റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്ത ഘട്ടക്കാർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ 9ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കുക. അതേ ഉള്ളൂ, ഓടിച്ചിട്ടൊന്ന് വായിക്കുക. ഓക്കെ, നമ്മളിതിന്റെ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. LPGയിലെ മുഖ്യ ഘടകം അറിയാത്തത് ആരാ ഉള്ളത്? യെസ്, ബ്യൂട്ടൈൻ ആണ് അല്ലെ. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. കഴിഞ്ഞ LGSന്റെ ഒരു ക്വസ്റ്റ്യൻ ആയത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാം വളരെ എളുപ്പത്തിലുള്ള ചോദ്യമായിരുന്നു. ഞാൻ ഈ പറയുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം. ഒന്ന്, ഒരു വിട്ടുവീഴ്ചയില്ല, 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. അടുത്തത് 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ 4th ചാപ്റ്റർ. അടുത്തത് 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്, ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന പാഠം. ഓക്കെ, ഏണസ്റ്റ് റൂദർഫോർഡ്, ബേക്കലൈറ്റ്, അൽനിക്കോ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ബേരിയം ക്ലോറൈഡ്. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് രസതന്ത്ര നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ജനറൽ നോളജ് ഉള്ള എല്ലാവർക്കും, ഒരുവിധം അറിവുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു എളുപ്പം നിങ്ങൾ തൊട്ട് മുമ്പോട്ട് വരുന്ന പരീക്ഷകളില്, അതായത് ഇനി ഈ പ്രിലിംസ് എഴുതി കിട്ടിക്കഴിഞ്ഞ് വരുന്ന മെയിൻ എക്സാമില് ഈ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഈസി നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കരുത്. പ്രിലിംസിന് ഇത് ചോദിച്ചെങ്കിൽ ഇതിനപ്പുറമായിരിക്കും മെയിൻസിന് ചോദിക്കുന്നത്. നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അത് നിങ്ങളൊരു ലിസ്റ്റിൽ കയറി പറ്റുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതിന് താഴെ 0.5 മാർക്ക് പോലും വിലപ്പെട്ടതാണ്. ചിലപ്പോൾ 1 മാർക്കിന്റെ വ്യത്യാസം നിങ്ങളെ 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ജോലിക്ക് കയറാൻ. ചിലപ്പോൾ നിങ്ങൾ അവസാനമായിരിക്കും, ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു, ആ 1 മാർക്കിന്റെ വില നിങ്ങൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് സയൻസ് സിമ്പിൾ അല്ലേ, ഫിസിക്സ് സിമ്പിൾ അല്ലേ, ബയോളജി സിമ്പിൾ അല്ലേ, കെമിസ്ട്രി സിമ്പിൾ അല്ലേ, അതൊക്കെ കിട്ടിക്കോളും എന്ന ചിന്താഗതിയോടുകൂടി നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുന്നു. അവിടെ നമ്മൾ ചിലപ്പോൾ കേൾക്കാത്തൊരു ചോദ്യമായിരിക്കും വരുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ കിട്ടത്തുള്ളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ മുൻകൂട്ടി കണ്ടിരിക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നന്നായിട്ട് പോട്ടെ. മെയിൻ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ടോപ്പിക്കും സെറ്റ് ആയിട്ട് തന്നെ പോകാം. ഞാൻ ഈ പറഞ്ഞ 3 പാഠം നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം. വായിക്കാതെ ഒരു ഉദ്യോഗാർത്ഥിയും പരീക്ഷാ ഹാളിലേക്ക് 3ാം ഘട്ടത്തിലേക്ക് പോകല്ലേ. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.